ഓം വിഘ്നേശ്വരായ നമ. കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ തിരുവോണം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവോണം നക്ഷത്രക്കാര് പൊതുവെ കുലീനമായ പെരുമാറ്റം ഉള്ളവരാണ്. ഉദാരമായ മനസ്സുള്ളവർ, ആകർഷകമായ ഒരു ചിരി, പുഞ്ചിരി ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. അപൂർവം ചിലർക്കൊഴിച്ച് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകാറുണ്ട്. വളരെ കുറച്ചു പേർക്ക് മാത്രം സുഹൃത്തുക്കൾ ഉണ്ടാവാറേയില്ല. എവിടെയെങ്കിലും പോയാൽ അവിടെ അവര് സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നവരാണ്. മറ്റുള്ളവരെ സഹായിച്ചാൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത ഇവർ വളരെയധികം കഠിനാധ്വാനികളുമാണ്. മധുരമായി സംസാരിക്കുന്നവരാണ്. ജീവിതത്തിൽ എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വയസ്സ് കൂടുന്തോറും മുന്നേറാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരുന്നവരാണ്. അത് ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ്. സത്യത്തിന്റെ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്നവരാണ്. നന്നായി ചിന്തിച്ച് തീരുമാനം എടുക്കുന്നവരാണ്. മറ്റുള്ളവർ പലപ്പോഴും ഇവരെ വഞ്ചിക്കാറുണ്ട്. ഉയരം കുറവായി കാണുന്നവരാണ്. മുഖത്തോ തോളിലോ കയ്യിലോ ഒക്കെ മറുക് അടയാളങ്ങൾ സാധാരണ രീതിയിൽ ഇവർക്ക് കാണാറുണ്ട്. നല്ല വൃത്തിയായി ജീവിക്കുന്നവരാണ്. ദാനശീലരാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭാഗ്യം കൈവരുന്നവരാണ്. ഏതൊരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ധനമൊക്കെ വന്നു ചേരുന്നതാണ്. എത്ര പണം വന്നാലും അടുക്കും ചിട്ടയും ഉള്ളവരാണ്. ഇവര് കുഴപ്പങ്ങളിലൊക്കെ പോയി ചാടാതെ മാറി നിൽക്കാൻ കൂടുതലും ശ്രദ്ധിക്കുന്നവരാണ്. ഇവർക്ക് അങ്ങനെ കുഴപ്പങ്ങളിലൊന്നും ചെന്ന് ചാടുന്ന സ്വഭാവമൊന്നും ഉണ്ടായിരിക്കില്ല. അത്രയും ശ്രദ്ധിച്ചാണ് ഇവര് ജീവിക്കുന്നത്. കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇവര് വിട്ടു നിൽക്കുമ്പോൾ ഇവരെ സുഹൃത്തുക്കൾ ഇവരെ ഇങ്ങനെ കളിയാക്കാറുണ്ട്. ഇവർ ഭീരുക്കളാണ്, പേടിയാണ് അവർക്ക്, അതുകൊണ്ടാണ് ഇവര് പങ്കെടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവരെ കളിയാക്കാറുണ്ട്. വാസ്തവത്തിൽ ഇവര് കുഴപ്പങ്ങൾ ചെന്ന് ചാടാതെ മാക്സിമം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഭീരുക്കളായതുകൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപൂർവം ഒഴിഞ്ഞു മാറുകയാണ് ഇവർ ചെയ്യുന്നത്. അല്പസ്വാർത്ഥതയും വാശിയും ഒക്കെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ചർമ്മരോഗങ്ങൾ, സന്ധിവാതം, ദഹന സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ ഇവർക്ക് വളരെ വേഗം പിടിപെടാറുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, കൃഷി, നഴ്സിംഗ്, അതുപോലെ മാജിക്, ഐസ്ക്രീം വ്യവസായം, ഐസുമായി ബന്ധപ്പെട്ട ജോലികൾ, തണുപ്പുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. അതിലവർ നല്ലവണ്ണം ശോഭിക്കുകയും ചെയ്യും. നല്ല കുടുംബജീവിതം ഉണ്ടാക്കുന്നവരാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത വെളുപ്പും കറുപ്പും ഇവരുടെ അനുകൂല നിറങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ വെളുത്ത വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിക്കുക. അപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് കറുത്ത എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക. കറുത്ത ഏതെങ്കിലും തുണി കഷ്ണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയ്യിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ വെളുത്ത എന്തെങ്കിലും സൂക്ഷിക്കുക. അതൊക്കെ ഇവർക്ക് പോകുന്ന കാര്യം പെട്ടെന്ന് വിജയിച്ച് വരാനായിട്ട് സാധിക്കും. വെളുപ്പും കറുപ്പും ഒരുപോലെ അവർക്ക് അനുകൂലമായ നിറങ്ങളാണ്. അപ്പോ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ക്ഷമാശീലമുള്ളവരാണ്, ഉപകാര സ്മരണ ഉള്ളവരാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി ഉടൻ തന്നെ പറയുന്നവരാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണിത്. ഇഷ്ടമല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇഷ്ടമല്ല എന്നവർ പറയും. ആവശ്യം കഴിഞ്ഞാൽ എല്ലായിടത്തുനിന്നും തഴയപ്പെടുന്നവരാണ് ഇവർ. അത് ഇവരുടെ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കും. പക്ഷെ അത് പുറത്ത് കാണിക്കില്ല. ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരങ്ങ് എല്ലാവരും തഴയുന്നവരാണ്. എല്ലാവരാലും തഴയപ്പെടുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളുത്തത് അല്ലെങ്കിൽ കറുത്തത് കയ്യിൽ കരുതുക. ആ നിറത്തിലുള്ള എന്തെങ്കിലും കയ്യിൽ കരുതിയാൽ ഈ തടസ്സങ്ങളൊക്കെ മാറിപ്പോകും. ഇവരുടെ മറ്റൊരു പ്രത്യേകത, ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി പെട്ടെന്ന് മുന്നേറണം. നല്ല തിടുക്കം കാണിക്കുന്നവരാണ്. ഈ തിടുക്കം കുറയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങൾക്കും ശരിയായ വേഗതയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ സുരക്ഷിതമായി തന്നെ വിജയിക്കാൻ കഴിയും. പ്രത്യേകിച്ച് തിരുവോണം നക്ഷത്രക്കാർക്ക് തിടുക്കം കുറയ്ക്കുക തന്നെ വേണം. മറ്റുള്ളവരെ വളരെയധികം കേൾക്കുന്നവരാണ്. നമ്മളിപ്പോ ദുഃഖകരമായ കാര്യങ്ങളാണെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിലും പറഞ്ഞാല് അത് എത്ര സമയം വേണമെങ്കിലും കേട്ടുകൊണ്ടിരിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അത് ഈ പറയുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവരിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അവർക്കത് ഒരു ബുദ്ധിമുട്ടുമല്ല. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് കൂടുതൽ സമയമെടുത്ത് പറയാനും കഴിയും. തിരുവോണ നക്ഷത്രക്കാർ അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പൊ ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും, അഥവാ സന്തോഷം കിട്ടും. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു കേൾവിക്കാരാണ് തിരുവോണ നക്ഷത്രക്കാർ. ചില സമയത്ത് മടി പിടിച്ചിരിക്കുന്ന സ്വഭാവമുണ്ട്. മടി കൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ഭക്ഷണം കഴിപ്പിക്കുവാനും വളരെയധികം ഇഷ്ടമുള്ളവരാണ്. ബന്ധുക്കൾ വളരെ കുറവുള്ളവരായിരിക്കും. നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരാണ്.
ശരിയായ രീതിയിൽ മാന്യമായി തന്നെ വസ്ത്രം ധരിക്കുന്നവരാണ്. എത്ര ദൂരെ വേണമെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ. മധ്യസ്ഥത വഹിക്കുവാൻ ഇഷ്ടമുള്ളവരാണ്, അത് കഴിയുന്നവരുമാണ്. ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇവരുടെ കഴിവ് സ്വയം മനസ്സിലാക്കാതെ അപകർഷതാബോധം കൊണ്ടു നടക്കുന്നവരാണ് ഇവരിൽ അധികവും. അതൊന്ന് ഒഴിവാക്കിയാൽ കുറച്ചുകൂടെ വേഗത്തിൽ ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കും. ലോലമായ മനസ്സായതുകൊണ്ട് കടം കൊടുത്താൽ തിരികെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ജീവിക്കാൻ അറിയാത്തവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവരുടെ മനസ്സ്. ഈശ്വര വിശ്വാസം ഉണ്ട് എന്ന് പൊതുവിൽ പറയാമെങ്കിലും പുരുഷന്മാർ അത്രയ്ക്കങ്ങ് ഈശ്വര വിശ്വാസികളൊന്നും ആയിരിക്കില്ല. സ്ത്രീകൾ നല്ല ഈശ്വര വിശ്വാസികളാണ്. പക്ഷെ പുറമെ നോക്കുമ്പോൾ നല്ല ഈശ്വര വിശ്വാസികളാണ് എന്ന് തന്നെ തോന്നും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ആരാധനാലയങ്ങളിലൊക്കെ അവർ പോവുകയും ചെയ്യും. പക്ഷെ എന്നാലും അത്രയ്ക്ക് ഈശ്വര വിശ്വാസികളല്ല പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിൽ നല്ല വിശ്വാസികളായിരിക്കും. ഭരണി, പൂരം, പൂരാടം ഈ നക്ഷത്രക്കാരായിരിക്കും കൂടുതലും തിരുവോണം നക്ഷത്രക്കാരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുക. സുഹൃത്തായിട്ടും എല്ലാമായിട്ടും ഉണ്ടാവുക ഈ നക്ഷത്രക്കാരായിരിക്കും അധികവും. ഇവർ തന്നെയാണ് വാസ്തവത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇവർക്ക് അത് അറിയാനും കഴിയില്ല. ചില സമയങ്ങളിൽ ഈ നക്ഷത്രക്കാർ ഇവരെ സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ശാരീരികമായും മാനസികമായും ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ. എന്നാൽ തിരുവോണ നക്ഷത്രക്കാരെ കാണുമ്പോൾ ഇത്രയും വിഷമമുള്ളവരാണ്, ദുഃഖമുള്ളവരാണ്, മാനസികമായും ശാരീരികമായും അവരെ വേദനിക്കുന്നു എന്ന് പുറത്തുള്ളവരാണെന്ന് അറിയാൻ കഴിയില്ല. അത് അറിയിക്കാതെ ജീവിക്കാൻ തിരുവോണ നക്ഷത്രക്കാർക്ക് നന്നായി അറിയാം. അത് ഇവരുടെ പ്രത്യേക കഴിവാണ്. നല്ല ക്രിയേറ്റീവ് ഐഡിയാസ്, നല്ലവണ്ണം ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളവരാണ് തിരുവോണ നക്ഷത്രക്കാർ. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല. വലിയ വലിയ മേഖലകളാണ് അവർക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും മുന്നേറിക്കൊണ്ടേയിരിക്കും. മാജിക്, ഹിപ്നോട്ടിസം ഇതൊക്കെ ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഒരു കാര്യം തിരുവോണ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചാൽ ഏറെ നന്നായിരിക്കും. അതായത് ഒറ്റയ്ക്ക് തന്നെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, മറ്റാരുടെയും സഹായം എനിക്ക് വേണ്ട എന്ന് ഒരു മനോഭാവം ഇവർക്കുണ്ട്. അതൊന്നും മാറ്റിയാൽ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് കഴിയില്ല, മറ്റൊരാളുടെ സഹായം വേണം. അപ്പോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അതും ചെയ്യും. 2 or 3 പേര് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും എന്നുള്ള ഒരു മനസ്സിന്റെ ഒരു മനോഭാവം, അതൊന്ന് മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് മാറ്റിയാൽ മാത്രമേ ജീവിതത്തില് തിരുവോണ നക്ഷത്രക്കാർക്ക് വിജയിക്കാൻ കഴിയും. തിരുവോണ നക്ഷത്രക്കാരെ പുറമേ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഞ്ചിരിയും ചിരിയും ഒക്കെയാണ്. പക്ഷെ അവർ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ ഇവരുമായി അടുത്ത് ഇടപഴകുമ്പോൾ സാധാരണ രീതിയിൽ വീടുകളിൽ ഇവർ ഭയങ്കര ദേഷ്യം ഉള്ളവരാണ്. ഭാര്യ അല്ലെ ഭർത്താവിനോട് അല്ലെ മക്കളോട് ദേഷ്യം ഉള്ളവരാണ്. പുറത്തത് അറിയാൻ കഴിയില്ല. പുറത്തിറങ്ങുമ്പോൾ അവർ നല്ല ചിരിക്കുന്ന മുഖത്തോടെ ആയിരിക്കും. പക്ഷേ കുടുംബജീവിതത്തിൽ അവർ അല്പം ദേഷ്യപ്പെടുന്നവരാണ്. പുറത്ത് അത് ആർക്കും അറിയാൻ കഴിയില്ല. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനോട് ഉണ്ടാകുന്ന ഈ ദേഷ്യം കുടുംബജീവിതത്തിന്റെ താളം തെറ്റൽ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് മറ്റു രീതിയിൽ പെരുമാറാൻ അറിയാത്തവരാണ് തിരുവോണ നക്ഷത്രക്കാർ. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, എന്നാൽ വൈരാഗ്യം ഉള്ളവരേ അല്ല. തിരുവോണ നക്ഷത്രക്കാരെ ധാരാളം സഹായമൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർഹതപ്പെട്ടവർക്ക് മാത്രം സഹായം ചെയ്യാൻ ശ്രമിക്കുക. അതും 4 ആള് കാണുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് പൊതുവേദിയിൽ വെച്ചൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പേരുദോഷം, അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. അത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വിഷമവും ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ സഹായ മനസ്കരാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നവരാണ്. നിങ്ങളെ കൊണ്ട് ധാരാളം സഹായങ്ങൾ ചെയ്യാനും കഴിയും. പക്ഷെ അത് നിങ്ങൾ ആരും അറിയാതെ ചെയ്യാതിരിക്കുക, മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറെ നല്ലതാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി തന്നെ വരും. അത് ഓർക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഈ സഹായങ്ങളൊക്കെ നിങ്ങൾ മിക്കവാറും ഒരാളിന് തന്നെ ചെയ്യാൻ ശ്രമിക്കും. അതും ചെയ്യാൻ പാടില്ലാത്തതാണ്. സഹായിക്കുമ്പോൾ മറ്റു പലർക്കും സഹായം ആവശ്യമുണ്ട്, നിങ്ങളെ കൊണ്ട് സഹായം ആവശ്യമുണ്ട്, അതറിയുക. നിങ്ങൾ എപ്പോഴും ഒരാളിനെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കാതെ അങ്ങനെ സഹായിക്കാൻ തോന്നുമ്പോൾ മറ്റുള്ളവർക്കൂടെ സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കഠിനാധ്വാനികളാണെങ്കിലും നാളെ എന്ന് നീട്ടിവെക്കുന്ന ഒരു സ്വഭാവം ചിലർ കാണുന്നുണ്ട്. മടി പിടിക്കുന്ന സ്വഭാവം, അതും മാറ്റുക. ആരോഗ്യ കാര്യങ്ങളിൽ അശ്രദ്ധയുള്ളവരാണ്. ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണാൻ മടിയുള്ളവരാണ്. അവര് മനസ്സിൽ വിചാരിക്കുന്നത് ചെറിയ ലക്ഷണങ്ങളുണ്ട്, അപ്പൊ അതിന് ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ പരിശോധിക്കാൻ പറയും. പരിശോധിക്കാൻ പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന്റെ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഇനിയിപ്പോ തൽക്കാലം ഇപ്പൊ കാണിക്കണ്ട, പിന്നീട് കാണിക്കാം, പിന്നീട് പോയി ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ ആശുപത്രിയിൽ പിന്നീട് പോകാം എന്ന് ചിന്തിക്കുന്നവരാണ് തിരുവോണ നക്ഷത്രക്കാർ. അത് ദയവായി മാറ്റുക. ചെറിയ ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ ആശുപത്രിയിൽ പോവുക, ഡോക്ടറെ കാണുക, ചികിത്സിക്കുക. പല തിരുവോണ നക്ഷത്രക്കാരും അത് ചെയ്യാറില്ല. അത് പിന്നീട് രോഗം വളരെയധികം കൂടുമ്പോഴായിരിക്കും അവര് ആശുപത്രിയിൽ എത്തുക, അല്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുക. അതുവരെ അവര് അസുഖമില്ല, അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങളുള്ളപ്പോൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തിരുവോണ നക്ഷത്രക്കാരുടെ ഇടയിലുണ്ട്.
തീർച്ചയായിട്ടും അത് മാറ്റുക. രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുക തന്നെ വേണം, ആശുപത്രിയിൽ പോവുക തന്നെ വേണം, അതിനകത്ത് ശരിയായ രീതിയിൽ മരുന്ന് കഴിക്കുകയും വേണം. തിരുവോണ നക്ഷത്രക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണത്. ആരോഗ്യ കാര്യത്തിൽ അല്പം പോലും ശ്രദ്ധയുള്ളവരല്ല തിരുവോണ നക്ഷത്രക്കാർ. മറ്റുള്ളവർക്ക് മാതൃകയാവണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്, മാതൃകയാവുകയും ചെയ്യും. വലിയ വലിയ നിലകളിൽ എത്തുന്നവരുമാണ്. നല്ല ഉയർച്ചയിലെത്തുന്ന തിരുവോണ നക്ഷത്രക്കാർ അധികം പേര് ഉണ്ടാവും. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര തന്നെ ഉയരത്തിലെത്തിയാലും നമ്മുടെ കുടുംബത്തിന്റെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തോടൊപ്പം തന്നെ എപ്പോഴും ചെലവഴിക്കാൻ ശ്രമിക്കുക. ചെലവ് നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് തിരുവോണ നക്ഷത്രക്കാർ. ധാരാളം പണം ഉണ്ടാക്കുന്നവരാണ്, പക്ഷെ കൃത്യമായ ഒരു പ്ലാനിങ് അതും കൂടെ ഉണ്ടാവണം. പഴയ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ കാലമല്ല, ഇത് പുതിയ തലമുറ. പുതിയ തലമുറയുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായി വരും. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായി വരും. അപ്പൊ അതൊക്കെ ആ രീതിയിൽ വേണം നമ്മൾ ജീവിച്ചു പോകാൻ. അപ്പോ പഴയ കാര്യങ്ങൾ മാത്രമല്ല, ശരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന, പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറയോട് ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അവരോടുകൂടെ സഹകരിച്ചു പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവോണ നക്ഷത്രക്കാർ പരാജയപ്പെടുന്ന ചില മേഖലകളാണ് അതൊക്കെ. കാരണം വെച്ചാല് പഴയ കാലത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അത് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ചില തിരുവോണ നക്ഷത്രക്കാരുണ്ട്. അപ്പൊ അത് മാറ്റുക. പുതിയ തലമുറയോട് കൂടി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായി വരും, സഹകരിച്ച് പോകേണ്ടതായി വരും. അതും ശ്രദ്ധിക്കുക. ചുരുക്കി പറഞ്ഞാല് മനസ്സിനെ ഒന്ന് പരുവപ്പെടുത്തി പോകാൻ ശ്രമിക്കുക. അന്നത്തിന് വഴിമുട്ടാത്ത ഒരു നക്ഷത്രമാണ് തിരുവോണം. പേര് പോലെ തന്നെയാണ്. അല്പം മനസ്സ് വെച്ചാൽ എന്നും ഓണം തന്നെയാണ്. എവരെവിടെ ആയാലും അന്നത്തിന് മുട്ടുണ്ടാകുകയില്ല. വീടിന് പുറത്ത് ഇവർക്ക് എപ്പോഴും ഒരു ഇരിപ്പിടം ഉണ്ടാവും. അതാണ് തിരുവോണ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട പ്രധാന ഒരു കാര്യം. ശാന്തമായ സ്വഭാവവും സൗമ്യമായ മുഖഭാവവും കൊണ്ട് മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം. സ്ഥിരമായ ചില തത്വങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നതോടൊപ്പം തന്നെ ലളിതമായ ജീവിതം ആഗ്രഹിക്കുന്നവരുമാണ്. സാധാരണയായി 21 വയസ്സ് മുതൽ നാളറിയുന്ന രീതിയിൽ, ലോകം അറിയുന്ന രീതിയിലൊക്കെ ആയി മാറുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാർ. എല്ലാവരും 21 വയസ്സിൽ ആകുമെന്നല്ല ഞാൻ പറഞ്ഞത്. സാധാരണ രീതിയിൽ 21 വയസ്സെന്നുള്ളവർക്ക് നല്ല കാലമാണ്. 21 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ ലോകം അറിയപ്പെടുന്നവരായി, ഒരുപക്ഷെ ഒരുപാട് ആരാധകരുള്ളവരായി ഇവർ മാറുകയും ചെയ്യും. മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നവരാണ്. നാട് വിട്ട് താമസിച്ച് പുരോഗതി നേടുന്നവരാണ് തിരുവോണം നക്ഷത്രക്കാരിൽ അധികവും. ശരിയായ ചിന്തകളോടെ ഓരോ കാര്യങ്ങളും ഇവർ ചെയ്യുന്നതുകൊണ്ട് തെറ്റുകൾ അങ്ങനെ പറ്റാറില്ല. പക്ഷെ ഇവരിൽ നിന്ന് സഹായം വാങ്ങുന്നവർ ഇവരെ തെറ്റിക്കാറുണ്ട്. തിരുവോണം നക്ഷത്രക്കാര് മറ്റുള്ളവരെ ഉപദേശിക്കുമെങ്കിലും ഇവർക്ക് ആരിൽ നിന്നും ഉപദേശം ലഭിക്കാറില്ല. ഈ നക്ഷത്രത്തിലെ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ മുഖത്തടിച്ച പോലെ സംസാരിക്കുന്നവരാണ് തിരുവോണം നക്ഷത്രത്തിലെ സ്ത്രീകൾ. മറ്റുള്ളവർക്കായി സ്വന്തം ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്, അഥവാ ഉള്ളിൽ ഒതുക്കുന്നവരാണ്. സ്വന്തം ആദർശങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്നവരാണ്. വിദ്യാഗുണം ഉള്ളവരാണ്. കലകളിൽ താല്പര്യമുള്ളവരാണ്. കുടുംബത്തിൽ അമിത സ്നേഹം കാണിക്കുന്നവരാണ്. മുഖത്ത് ഒരു ദുഃഖഭാവം എപ്പോഴും ഉള്ളവരാണ്. സംഗീതം, ചിത്രരചന, കായിക വിനോദങ്ങൾ എല്ലാം പെട്ടെന്ന് തന്നെ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ്. വിശ്രമമില്ലാതെ ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് സാധാരണയായി തിരുവോണം നക്ഷത്രത്തിലെ സ്ത്രീകൾ. ന്യായമായി മാത്രം ധനം സമ്പാദിക്കുന്നവരാണ്. ആരുടെയും മുതൽ ഒരു രൂപ പോലും അവര് എടുക്കാൻ ഇഷ്ടമുള്ളവരല്ല. അങ്ങനെയാണ് അവരുടെ ജീവിതകാലം മുഴുവനും. ഗൃഹഭരണം ശോഭിക്കില്ല, എങ്കിലും മറ്റു ജോലികൾ നല്ലവണ്ണം ശോഭിക്കും. ഇവരുടെ ഒരു നെഗറ്റീവ് നല്ല വ്യക്തികളെ തരം താഴ്ത്താൻ ശ്രമിക്കും എന്നുള്ളതാണ്. ചില സമയങ്ങളിലെങ്കിലും നല്ല നല്ല വ്യക്തികളെ തരം താഴ്ത്താനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കുക തന്നെ വേണം. അതുകൊണ്ട് ശത്രുക്കളും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ നല്ല വ്യക്തികളെ തരം താഴ്ത്തുന്ന ഒരു ചെറിയൊരു നെഗറ്റീവ് അവരുടെ ഉള്ളിലുണ്ട്. അതൊന്ന് മാറ്റുക തന്നെ വേണം. ബാക്കിയെല്ലാം സാധാരണ രീതിയിൽ തന്നെയാണ്. നല്ലൊരു കുടുംബജീവിതവും ഉണ്ടാകുന്നവരാണ്. അച്ഛനെയും അമ്മയെയും കുറച്ചധികം ശത്രുക്കളായി കാണുന്നവരാണ് തിരുവോണം നക്ഷത്രത്തിലെ കുറച്ചധികം സ്ത്രീകൾ. അതും ദയവായി മാറ്റേണ്ടതാണ്. ഇത്രയൊക്കെയാണ് തിരുവോണം നക്ഷത്രത്തെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി ഉടനെ വരാം. നമസ്തേ.